ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുക്തയും കരുണാകരനും കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും വിഷുവായി 1000 രൂപയാണ് ബോണസായി കൊടുക്കുന്നത്. അതോടുകൂടി പാർവതി, എനിക്ക് ഈ ബോണസ് വേണ്ട, കമ്പനി നഷ്ടത്തിലാണെങ്കിൽ 1000 രൂപ വേണ്ട, കാരണം കമ്പനി നഷ്ടത്തിലാകുമ്പോൾ ഞങ്ങൾ ഈ ബോണസ് വാങ്ങുന്നത് ശരിയല്ലല്ലോ എന്നും പറഞ്ഞാണ് തിരിച്ച് 1000 രൂപ പാർവതി കൊടുക്കുന്നത്. അതോടുകൂടി കരുണാകരൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. പാർവതി അങ്ങനെ ചെയ്തതോടുകൂടി ജയന്തിയും മറ്റു സ്റ്റാഫുകളും മോഹനനും എല്ലാവരും പറയണ ഞങ്ങൾക്ക് ആർക്കും ഈ 1000 രൂപ ബോണസായി വേണ്ട എന്ന് പറയണ. അപ്പോൾ നിഷയോട് പറയണ, നീ വന്ന് വാങ്ങിക്കും നിഷ എന്ന് പറയുമ്പോൾ നിഷ വന്ന് വാങ്ങിക്കാൻ ഒരുങ്ങുമ്പോൾ പാർവതി പറയണ, നിഷ ചേച്ചി ഈ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ, ഈ ബോണസ് തുക വാങ്ങിക്കഴിഞ്ഞാൽ നിഷ ചേച്ചിക്ക് നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾ ആരും നിങ്ങളോടൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിഷയ്ക്ക് അങ്ങ് പേടിയാവാണ്. അപ്പോൾ നിഷയും പൈസ വേണ്ട എന്ന് പറഞ്ഞ്, ബോണസ് വേണ്ട എന്ന് പറഞ്ഞ് എല്ലാ സ്റ്റാഫുകളും അവിടെ നിന്നും പോവാണ്. അങ്ങനെ കരുണാകരൻ നേരെ മുക്തയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മുക്തയോട് പറയണ, ആ പാർവതി കാരണമാണ് സ്റ്റാഫുകൾ ആരും ബോണസ് തുക വാങ്ങാതിരുന്നത്, ഇതിപ്പോൾ വലിയ പ്രശ്നമാകുമോ എന്ന് ചോദിക്കുമ്പോൾ മുക്ത പറയണ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അവള് പൈസ വാങ്ങിയില്ലെങ്കിൽ, സ്റ്റാഫുകൾ ആരും പൈസ വാങ്ങിയില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, ഇതിപ്പോൾ ആരും അറിയാനും പോകുന്നില്ല, കൈലാഷും ഇതിലൊന്നും ഇടപെടാനും പോകുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് കൈലാഷ് അവിടേക്ക് വരുന്നത്. അപ്പോൾ കരുണാകരനും മുക്തയും എന്തോ സംസാരിക്കുകയാണെന്നുള്ളത് കൈലാഷിന് മനസ്സിലാവണം. എന്താണ്, എന്തെങ്കിലും സീരിയസ് ആയ കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അല്ല, എന്താണാവോ കൈലാഷ് ഇവിടേക്ക് വരാൻ, എന്തെങ്കിലും അർജൻറ്റായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ പുറത്തേക്കൊന്ന് പോവുകയാണ്, എന്തെങ്കിലും മീറ്റിങ്ങോ മറ്റോ വന്നാൽ മുക്ത അത് ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞ് കൈലാഷ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ കരുണാകരൻ മുക്തയോട് ചോദിക്കുകയാണ്, അല്ല കൈലാഷ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടാകുമോ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്? ഇല്ല എന്നാണ് തോന്നുന്നത്, എന്തായാലും കരുണാകരൻ സാർ പോയി പണിയെടുക്കുക എന്ന് പറഞ്ഞ് കരുണാകരനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കൈലാഷ് കാറെടുത്ത് പുറത്തേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് സെക്യൂരിറ്റി ഫോണിൽ സംസാരിക്കുന്നത് കൈലാഷ് കേൾക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റി വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണ്. ഫീസ് അടക്കാനുള്ള തുക ചോദിക്കുമ്പോൾ ബോണസ് തുക വെറും 1000 രൂപയാണ് കിട്ടിയത്, അതുകൊണ്ട് ഫീസിനുള്ള തുക തികഞ്ഞിട്ടില്ല, 2 ദിവസത്തിനുള്ളിൽ ഞാൻ മറ്റെവിടെന്നെങ്കിലും പൈസ സംഘടിപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് അയക്കാം എന്നൊക്കെ പറയുമ്പോൾ അതാണ് കൈലാഷ് കേൾക്കുന്നത്. കൈലാഷ് അത് കേട്ടതോടുകൂടി സെക്യൂരിറ്റിയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ പെട്ടെന്ന് ഫോൺ വെച്ച ശേഷം കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ്, അല്ല നീ ആരുമായിട്ടാണ് സംസാരിച്ചത്? ഞാൻ വീട്ടിലേക്ക് വിളിച്ചതാണ്, എന്താ ബോണസ് തുക 1000 എന്നൊക്കെ പറഞ്ഞു കേട്ടു? അത് പിന്നെ സാർ, എന്തായാലും എന്നോട് തുറന്നു പറ. അപ്പോൾ സെക്യൂരിറ്റി കാര്യം പറയുകയാണ്, കമ്പനി നഷ്ടത്തിലായത് കൊണ്ട് പാർവതിയാണ് 1000 രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട, കമ്പനി നഷ്ടത്തിലോടുമ്പോൾ ഞങ്ങൾക്ക് ഈ ബോണസ് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തത്. അത് കേട്ടപ്പോൾ കൈലാഷ് തന്നെ അങ്ങ് അതിശയിച്ചു പോവാണ്. ആരാണ് നിങ്ങളോട് ബോണസ് തുക 1000 എന്ന് പറഞ്ഞത്? കരുണാകരൻ സാർ. അത് കേട്ടതോടുകൂടി കൈലാഷിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ കമ്പനിയിലെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പണി ചെയ്യാതെ നിൽക്കുമ്പോൾ കരുണാകരൻ അവിടെ വന്ന്, നിങ്ങളെല്ലാവരും ബോണസ് തുക ലഭിക്കാത്തത് കൊണ്ട് പണിയെടുക്കില്ല എന്നാണോ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓരോ സ്റ്റാഫുകൾക്കും ഈ കമ്പനിയിൽ ജോലി ഉണ്ടാവില്ല, നടുത്തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും, എന്നിട്ട് പിച്ച എടുക്കേണ്ടി വരും. അപ്പോൾ അത് കേട്ടപ്പോൾ മോഹൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ആരെന്ന് വിളിച്ചുകൊണ്ട് ഒച്ചയെടുത്ത് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ പാർവതി തടസ്സം നിൽക്കുകയാണ്. വേണ്ട മോഹൻ ചേട്ടാ. അപ്പോഴത്തേക്കും കരുണാകരൻ എന്ന് വിളിച്ചുകൊണ്ട് കൈലാഷ് അവിടേക്ക് വരികയാണ്. കൈലാഷിനെ കണ്ടതോടുകൂടി കരുണാകരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, അല്ല കൈലാഷ് അല്ലേ ആരെ കാണണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതാണല്ലോ, ഇപ്പം എന്താ തിരിച്ചു ഇവിടേക്ക് വരുന്നത്? ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ? വരൂ കൈലാഷ്, എന്താ പെട്ടെന്ന് കൈലാഷ് ഇവിടേക്ക്? ആരോ കാണണം എന്ന് പറഞ്ഞ് പോയതാണല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പോലും കൈലാഷ് കൊടുക്കാതെ മോഹനോട് പറയാണ്, മുക്തയെയും അരവിന്ദിനോടും ഇവിടേക്ക് വരാൻ പറ, അതുവരെ നിങ്ങളുടെ പ്രൊഡക്ഷൻ ഹെഡ് എന്നോടൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കരുണാകരന് എന്തോ വശപ്പുശകുണ്ട് എന്ന് മനസ്സിലാവാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് അരവിന്ദും തെയും വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തു പറ്റി കൈലാഷ്? എന്തോ ഒരു പേഴ്സണൽ കാര്യത്തിന് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ പ്രൊഡക്ഷൻ ഏരിയയിൽ നിൽക്കുന്നത്? ഞങ്ങളോട് എന്തിനാണ് വരാൻ പറഞ്ഞത്? അപ്പോൾ കൈലാഷ്, എൻ്റെ പേഴ്സണൽ കാര്യത്തിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വരാൻ പറഞ്ഞത്. എന്താ കൈലാഷ്? സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും വിഷു ആയിട്ട് ബോണസ് എത്ര കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്? മുക്തയും കരുണാകരനും പതർച്ചയോടുകൂടി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മോഹനൻ പറയണ്, അല്ല മേഡം, സാറ് ചോദിച്ചതിന് എന്താ മറുപടി പറയാത്തത്? അത് കേട്ടപ്പോൾ കരുണാകരൻ ദേഷ്യത്തിൽ മോഹനൻ വായ മൂടി മിണ്ടാതെ നിന്നോളണം എന്ന് പറഞ്ഞപ്പോൾ കൈലാഷ് പറയണ്, മോഹനൻ ചോദിച്ചതിൽ എന്ത് തെറ്റാണുള്ളത്? കരുണാകരൻ വായ മൂടി മിണ്ടാതെ നിന്നോളണം എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാഫുകൾ എല്ലാവരും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ മുക്തയ്ക്കും അരവിന്ദിനും കരുണാകരനും ദേഷ്യം പിടിക്കണം. അപ്പോൾ അരവിന്ദ് സ്റ്റാഫുകളോട് ദേഷ്യത്തിൽ പറയണേ, എന്താണാവോ ഇത്ര ചിരിക്കാൻ
ചിരിക്കാനുള്ളത്? ഇവിടെ എന്താ തമാശയൊന്നുമല്ലല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കൈലാഷ്, പ്രൊഡക്ഷൻ ഹെഡായ ഈ കരുണാകരനെ എന്തിനാണ് ഈ സ്റ്റാഫുകൾക്ക് മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പ്രൊഡക്ഷൻ ഹെഡിന് ഒരു വിലയും നിലയും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കമ്പനിയിൽ ജോലിയൊക്കെ നടക്കുക? പോരാഞ്ഞിട്ട് കരുണാകരൻ ഈ കമ്പനിയിലെ സീനിയർ സ്റ്റാഫ് കൂടിയാണ്. ബോണസ് വിഷയത്തെക്കുറിച്ചല്ലേ സംസാരിക്കാനുള്ളത്? നമുക്ക് ഓഫീസിൽ കയറി സംസാരിക്കാം, വാ കൈലാഷ്. അത് കേട്ടപ്പോൾ കൈലാഷ് പറയണേ, ബോണസ് സ്റ്റാഫുകൾക്കല്ലേ കൊടുക്കാനുള്ളത്, അപ്പോൾ അവരുടെ മുന്നിൽ വെച്ചാണ് സംസാരിക്കാനുള്ളത്. കേട്ടപ്പോൾ സ്റ്റാഫായ ഉഷ പറയുകയാണ്, അത് തന്നെ സാർ, അങ്ങനെ ചോദിക്ക് സാർ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ മുക്തയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയണേ, കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ സ്വഭാവം. ഇവരെയൊക്കെ എന്തെങ്കിലും ഇവരുടെ മുന്നിൽ വെച്ച് സംസാരിച്ചാൽ, ഇവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ കൈലാഷ് നിൻ്റെ തലയിൽ കയറിയിരിക്കും. അങ്ങനത്തെ സ്വഭാവങ്ങളുള്ളവരാണ്. അതുകൊണ്ടാണ് PKR സാറ് കൈലാഷ് നിന്നോട് പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ കൈലാഷ് നമുക്ക് ഓഫീസിൽ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞതോടുകൂടി കൈലാഷിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ഒച്ച എടുത്തുകൊണ്ട് കൈലാഷ് ഷടപ്പ് മുക്ത എന്നങ്ങ് പറഞ്ഞതോടുകൂടി മുക്തയെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഞാൻ നിൻ്റെ MD ആണ്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നീയല്ല തീരുമാനിക്കേണ്ടത്. അത് വിരല് ചൂണ്ടി ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അരവിന്ദ് പറയണേ, എന്താ കൈലാഷ്, നിന്നോട് കൂടിയാണ് പറഞ്ഞത്, ഒരക്ഷരം മിണ്ടി പോവരുത്. കൈലാഷിൻ്റെ ദേഷ്യപ്പെടൽ കാണുമ്പോൾ മുക്തയും അരവിന്ദും കരുണാകരനൊക്കെ ആകെ ഞെട്ടിയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് കൈലാഷ് പറയണേ, ഇവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും മൃഗങ്ങളല്ല, ഈ കമ്പനിയിലെ സ്റ്റാഫുകളാണ്. അവരോട് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഈ കമ്പനിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആരോട് ചോദിച്ചിട്ടാണ് സ്റ്റാഫുകൾക്ക് 1000 രൂപ ബോണസായി കൊടുത്തത്? മുക്ത എന്തിനാണ് അങ്ങനെ ചെയ്തത്? അപ്പോൾ മുക്ത ഭദ്രച്ചയോടുകൂടി പറയണ, അത് പിന്നെ കൈലാഷ്, കമ്പനി നല്ല നഷ്ടത്തിലാണ് പോയത് എന്നുള്ളത് കൈലാഷിന് അറിയാവുന്നതല്ലേ. അപ്പോൾ ബോണസ് ആയിട്ടൊരു തുക കൊടുത്താൽ അത് കമ്പനിയെ ബാധിക്കും. അതുകൊണ്ടാണ് മാനേജ്മെന്റും എല്ലാവരും കൂടി തീരുമാനിച്ചതാണ്. അപ്പോൾ കൈലാഷോ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛനെ അല്ലേ, അച്ഛനോട് ചോദിച്ചിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എന്തായാലും അച്ഛൻ ഇപ്പോൾ ഫോൺ ചെയ്യാം, എന്നിട്ട് ചോദിക്കാം. അത് കേട്ടതോടുകൂടി മുക്ത അങ്ങ് പതർച്ചയോടുകൂടി പറയണം, അയ്യോ അങ്കിളിനെ ഇപ്പോൾ എന്തിനാണ് വെറുതെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? അപ്പോൾ കൈലാഷ് പറയണേ, അച്ഛന് ഒരു ശല്യവുമില്ല, അച്ഛന് ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പനിയിലെ സ്റ്റാഫുകളുടെ കാര്യമാണ്, അച്ഛനോട് ഫോൺ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് കൈലാഷ് ഫോൺ വിളിക്കുകയാണ്. അതോടുകൂടി മുക്ത പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. എന്നിട്ട് കൈലാഷ് PKRനോട് സംസാരിക്കുകയാണ്, കഴിഞ്ഞ മാസം കമ്പനിക്ക് കുറച്ച് നഷ്ടമുണ്ടായത് കൊണ്ട് ഇത്തവണ സ്റ്റാഫുകൾക്ക് കൊടുക്കാനുള്ള ബോണസ് 1000 രൂപ കൊടുത്താൽ മതി എന്നുള്ളത് അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛനും മുക്തയും കരുണാകരനും അരവിന്ദും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. അത് കേട്ടപ്പോൾ PKR അങ്ങ് ദേഷ്യത്തോടു കൂടി പറയണ, ആരാണത് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കൈലാഷ് PKRനോട് സംസാരിക്കുന്നത്, ഫോണിൽ സംസാരിക്കുന്നത് സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്റ്റാഫുകളും എല്ലാവരും കേൾക്കുന്നുണ്ട്. അങ്ങനെ PKR പറഞ്ഞ്, ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല മിത്രയാണല്ലോ അച്ഛാ എന്നോട് പറഞ്ഞത്, മിത്ര അവിടെ തൊട്ടടുത്തുണ്ട്, അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ എന്ന് പറയണം. അങ്ങനെ കൈലാഷ് ഫോൺ കൊടുക്കുമ്പോൾ PKR ദേഷ്യപ്പെടാൻ വേണ്ടി നിൽക്കുകയാണെന്ന് മുക്തയ്ക്ക് മനസ്സിലാകുമ്പോൾ മുക്ത സ്പീക്കർ ഓഫാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ കൈലാഷ്, വേണ്ട സ്പീക്കർ ഓഫാക്കണ്ട, നീ സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോൾ മുക്ത പറയുകയാണെങ്കിൽ, ഞാൻ ഫോണിലെ സ്പീക്കറിലാണ് സംസാരിക്കുന്നത്, ഇപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് നിൽക്കുന്നത്, ഇവിടെ എല്ലാ സ്റ്റാഫുകളും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ PKRന് കാര്യം മനസ്സിലാവാണ്. ഞാൻ മുക്തയോട് ദേഷ്യപ്പെട്ടാൽ അത് സ്റ്റാഫുകൾ കൂടി കേൾക്കുമെന്നുള്ള. ഓക്കെ മുക്ത, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ബോണസ് എന്നുള്ളത് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന, കമ്പനി കൊടുക്കുന്ന ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ്. സ്റ്റാഫുകൾക്ക് ബോണസ് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് കുറയുമെങ്കിലും നമുക്കൊരിക്കലും നഷ്ടം വരില്ല. ഇപ്പം തന്നെ അവർക്കെല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം ബോണസായി കൊടുക്കണം. എന്നോട് ചോദിക്കാതെ കമ്പനിയിലെ സ്റ്റാഫുകളുടെ ശമ്പളത്തിലും ബോണസിലും നീ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല, മനസ്സിലായോ? ശരി അങ്കിൾ എന്ന് പറഞ്ഞ് ഫോൺ വെക്കാണ്. അപ്പോൾ കൈലാഷ് പറയണ, ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അരമണിക്കൂറിനുള്ളിൽ അവർക്ക് ബോണസ് കൊടുത്തിരിക്കണം. അത് കേട്ടതോടുകൂടി സ്റ്റാഫുകൾ എല്ലാവരും അങ്ങ് കൈയടിക്കുകയാണ് സന്തോഷത്തിൽ. കൈലാഷ് തന്നെയാണ് എല്ലാ സ്റ്റാഫുകൾക്കും ബോണസ് തുക കൊടുക്കുന്നത്. അപ്പോൾ പാർവതിയുടെ തീരുമാനം കൊണ്ടാണ് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും ബോണസ് തുക ലഭിച്ചത്. പാർവതിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പാർവതിക്ക് എല്ലാവരും കൂടി ഒരു കയ്യടി കൊടുക്കുക എന്ന് പറയണം. അങ്ങനെ ഇത് കാണുന്ന കരുണാകരനും മുക്തയ്ക്കും അരവിന്ദനും നല്ല ദേഷ്യം പിടിക്കാണ്. വീണ്ടും പാർവതിയെ എല്ലാവർക്കും മുന്നിൽ പുകഴ്ത്തി കൈലാഷ്
സംസാരിക്കുന്നതും പാർവതി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള ദേഷ്യത്തിലാണ് അവർ നിൽക്കുന്നത്. ഈ സമയം പ്രിയൻ വീട്ടിലെത്തിയ ശേഷം അമ്മയെയും ദർശനെയും വിളിക്കുകയാണ്. എന്നിട്ട് വിഷുവിനായിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അമ്മയ്ക്കും ദർശന ഡ്രസ്സ് കൊടുക്കുകയാണ്. എന്നിട്ട് ശോഭ അത് എടുത്ത് നോക്കിയിട്ട് പറയണ നല്ല ഭംഗിയുണ്ട്, ഇതിന് നല്ല വിലയായിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഇപ്പോൾ എന്തിനാണ് അമ്മ നോക്കുന്നത്, കേട്ടോ അത് മാത്രം മതി. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ദർശനോട് പറയണേ, നിനക്കെന്താടി, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ച് ബെറ്ററാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങ് തിരിച്ചു തന്നേക്ക്, ഞാൻ അത് കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ കാശ് ഇങ്ങ് വാങ്ങിക്കോളാം, നീ ഇങ്ങ് തന്നേക്ക്. അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഇത് നല്ല ഭംഗിയുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞ് കയ്യിലുള്ള ബാക്കിയുള്ള ഡ്രസ്സിൻ്റെ കവറുമായിട്ട് പ്രിയൻ റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവിടെയുള്ള ഒരു ടേബിൾ തട്ടി പ്രിയൻ അങ്ങ് വീഴാൻ പോവുകയാണ്. അപ്പോൾ കയ്യിലുള്ള ആ ഒരു പൊതി അങ്ങ് നിലത്തേക്ക് വീഴുകയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു സാരി അങ്ങ് നിലത്ത് വീഴുകയാണ്. അത് കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് പതർച്ചയോട് കൂടിയാണ് ദർശനയും പ്രിയനും നിൽക്കുന്നത്. എന്നിട്ട് പ്രിയൻ പെട്ടെന്ന് ആ സാരി എടുത്ത് കവറിലിട്ട് പെട്ടെന്ന് റൂമിലേക്ക് പോകുമ്പോൾ അത് ശോഭ കാണുന്നുണ്ട്. അപ്പോൾ ശോഭ പറയണ്, പ്രിയ നീ ഒന്ന് അവിടെ നിന്നേ എന്ന് പറയണ്. അതോടുകൂടി അയ്യോ അമ്മ ഇത് കണ്ടിട്ടുണ്ടാകുമോ, ഇനിയിപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കുമല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് അതിലെന്താ ഒരു കവറിലൊരു സാരി കണ്ടല്ലോ. സാരിയോ? ഇല്ലല്ലോ അമ്മ, അതെൻ്റെ ഷർട്ടാണ്. അല്ല, ഞാൻ അതിലൊരു സാരി കണ്ടു, നീ അതങ്ങ് കാണിച്ചേ. എന്നിട്ട് സാരി എടുക്കുകയാണ്. ഈ സാരി നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് ആർക്ക് വേണ്ടി വാങ്ങിയതാണ്? ഈ മോഡലൊന്നും ഞാൻ എടുക്കില്ല, ഇത് പെൺകുട്ടികൾ എടുക്കുന്ന മോഡലാണല്ലോ, ഇത് ആർക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് ചോദിച്ചതോടുകൂടി പ്രിയം പതർച്ചയോടുകൂടി നിൽക്കാൻ കേട്ടോ. എന്നോടാണ് ചോദിച്ചത്, ഇത് ആർക്ക് വേണ്ടി വാങ്ങിയതാണ്? അപ്പോൾ പ്രിയന് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അമ്മ എല്ലാം പൊളിച്ചല്ലോ, ഞാനിത് വിഷുവിൻ്റെ അന്ന് ഇവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി നിന്നതാണ്, ഞാനിത് ഇവൾക്ക് വാങ്ങിയ സാരിയാണ്. ഇവൾക്കോ? ഇവൾക്ക് എന്തിനാണ് ഈ സാരി വാങ്ങിയത്? അപ്പോൾ ദർശനയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇത് പാർവതിക്ക് വേണ്ടി പ്രിയൻ ചേട്ടൻ വാങ്ങിയതാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ദർശന മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ ഏട്ടൻ ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായോ, അമ്മയുടെ മുന്നിലൊക്കെ ഇത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഭാവത്തിലാണ്ടോ മനസ്സിൽ ചിന്തിച്ചിട്ട് നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.